ബ്രോ നിന്റെ ഒരു സഹായം വേണം. പൊളിച്ചടക്കി കൈ തരാന്നേ. ഒരു സഹായം മാത്രം മതി, പൊളിച്ചടക്കൊന്നും വേണ്ട. സാൻഡി നമ്മുടെ പോപ്പട്ടിനെ ഇതുപോലെ ആക്കണം. ദാണ്ട് കണ്ട. എന്റെ അമ്മേ, അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ ശരിക്കും കളർഫുൾ ആയല്ലോ. ഞാനിപ്പോ ശരിക്കും സ്വീറ്റിക്ക് ഇഷ്ടപ്പെട്ട കോലം. ഹായ്, കാണാൻ എന്ത് ഭംഗിയല്ലേ? ലോങ് ഷോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത്ര ഹാൻഡ്സമായി തത്തേ മുൻപ് കണ്ടിട്ടേ ഇല്ല. നീ സ്വപ്നം കാണുന്നത് മതിയാക്കിക്കോ സോർദാറെ. അവരെ എന്നെ കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നത്. സംശയമുണ്ടോ? ഹായ് ഡിയർ. ഹായ്. ഹൃദയത്തിൽ ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. അതെന്താണെങ്കിലും ഉടൻ തന്നെ തുറന്നു പറഞ്ഞേക്കണം. അവസരം എന്നത് ഒരു ട്രെയിനാണ്. പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല. സംശയമുണ്ടോ? ഞങ്ങളിതിന് ട്രെയിനിലൊന്നും കേറുന്നില്ല. ലോങ് ഷോട്ടിലായാലും ഷോർട്ട് ഷോട്ടിലായാലും. നീ മിണ്ടായിരിക്കെ. എന്താണെങ്കിലും സ്വീറ്റ് പറയട്ടെ. ഇവിടെ ആരോ വലിയ ഹാൻസം ആണെന്ന് കുറച്ചു മുമ്പ് സ്വീറ്റ് പറഞ്ഞില്ലേ? അതെ, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറമാൻ പിങ്കിയോടൊപ്പം. ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാ എനിക്ക് പോരട്ടെ പോരട്ടെ. എനിക്ക് അതെ അതെ എനിക്ക് അതെ, നിനക്ക് പറയൂ. എനിക്ക് കളർ ബ്ലൈൻഡിനെ ഒരുപാട് ഇഷ്ടമാണ്. കളർ ബ്ലൈൻഡോ? അതെ, റോക്ക് സ്റ്റാർ കളർ ബ്ലൈൻഡ്. അതെ, ഇന്ന് അയാളുടെ ഷോ ഉണ്ട് നമ്മുടെ നഗരത്തിൽ. അത് ഞങ്ങൾ ലൈവ് കവർ ചെയ്യാൻ പോവുകയാണ്. ഞാനിത്ര ഹാൻഡ്സമായി തത്തേ കണ്ടിട്ടേ ഇല്ല. ദാ അങ്ങോട്ട് നോക്ക്, കണ്ടോ? അത് ശരി. അപ്പൊ പുകഴ്ത്തി വന്ന് എന്നെ ആയിരുന്നില്ലല്ലേ, ഇവനെ ആയിരുന്നു. ഇതാണ് കളർ ബ്ലൈൻഡ്. അയ്യോ പാപം, ശരീരത്തിൽ ഇത്രയും കളേഴ്സ് ഉണ്ട്, പക്ഷെ ഒന്നും കാണാൻ കഴിയില്ല. കാരണം കളർ ബ്ലൈൻഡ് ആണല്ലോ. അയ്യോ എടോ പമ്പര വിട്ടി, അയാളുടെ പേര് മാത്രമാ കളർ ബ്ലൈൻഡ്. നോക്ക്, കളർ കണ്ടില്ലേ? എത്ര ക്യൂട്ട് ആണല്ലേ കാണാൻ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇദ്ദേഹത്തിന്റെ വലിയ ഫാനാണ്. തത്തയായാൽ ഇങ്ങനെ ഇരിക്കണം കാണാൻ. സ്വീറ്റി, വേഗം വാ, നമുക്ക് രണ്ടാൾക്കും ഇവന്റ് കവർ ചെയ്യാൻ പോകാനുള്ളതല്ലേ? അതെ അതെ, ഞാനാണെങ്കിൽ കളർ ബ്ലൈൻഡിനെ കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. പോപ്പട്ടിന്റെ കിളി പറന്നാ തോന്നുന്നേ. ചില ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കാത്തതായിരിക്കും, പക്ഷേ നമ്മൾ അതിനെ വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. സംശയമുണ്ടോ? എന്റെ പോപ്പട്ടെ, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? നിനക്ക് ഞങ്ങളില്ലേ. നീ പച്ച നിർത്തിന്ന് കളർഫുൾ ആയിട്ട് മാറും. പിന്നെ സ്വീറ്റ് നിന്റെ ഫാനായിട്ട് മാറും. നിന്റെ കൂടെ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കും. പിന്നെ അങ്ങോട്ട് നിന്റെ പുറകെ വരും അവള്. എടേ, നീ പറഞ്ഞൊക്കെ വല്ല നടക്കൂടെ? അതിനെന്താ, എല്ലാം നടക്കും. നീ എന്റെ കൂടെ വാ. ബ്രോ നിന്റെ ഒരു സഹായം വേണം. പൊളിച്ചടക്കി കൈ തരാന്നേ. ഒരു സഹായം മാത്രം മതി, പൊളിച്ചടക്കൊന്നും വേണ്ട. സാൻഡി നമ്മുടെ പോപ്പട്ടിനെ ഇതുപോലെ ആക്കണം. ദാണ്ട് കണ്ട. ഓ, ഇത്രേ ഉള്ളോ? ഈ കാര്യത്തിൽ ഞാൻ ഒരു മാന്ത്രികനാണ്. നീ മുടിവെട്ടുകാരനാ, അല്ലാതെ മാന്ത്രികനല്ല. എന്റെ ഈ കോലം പേക്കോലം ആക്കല്ലേ. അബദ്ധത്തിൽ പോലും ഒരു അബദ്ധം നിനക്ക് പറ്റാൻ പാടില്ല. സംശയമുണ്ടോ? പിന്നൊരു കാര്യം കൂടി. ശരി ശരി, എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അതിന് മാത്രം തന്നോട് ഇവൻ എന്താ പറഞ്ഞത്? എന്റെ അമ്മേ, അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ ശരിക്കും കളർഫുൾ ആയല്ലോ. ഞാനിപ്പോ ശരിക്കും സ്വീറ്റിക്ക് ഇഷ്ടപ്പെട്ട കോലമായി മാറി. എങ്ങനെയുണ്ടേ എന്റെ സ്റ്റൈല്? നിന്നെ ഇപ്പൊ കണ്ട ചാറ്റ് പോലെയുണ്ട്. നീ തീറ്റപ്രാന്തം പറയുന്നൊന്നും കേക്കണ്ട. നിന്നെ ഇപ്പൊ കണ്ടിട്ട് ശരിക്കും ഹീറോയെ പോലെ പോപ്പട്ടെ. നീ പറഞ്ഞത് ശരിയാ. ഹായ് സ്വീറ്റി, ഐ ആം പോപ്പ. എന്റെ പേര് കേട്ടിട്ടുണ്ടോ? ഇനി എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ ഈ പുതിയ സ്റ്റൈൽ സ്വീറ്റി ഒന്ന് കാണിച്ചിട്ട് വരാം.
ആ ബ്ലൈൻഡ് എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഓ ഓ ദാ നിൽക്കുന്നു കളർ ബ്ലൈൻഡ്. പിടിക്കവനെ വേഗം. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ ആരോ എന്നെ കിഡ്നാപ്പ് ചെയ്തേ. അയ്യോ ഒരു പക്ഷെ കളർ ബ്ലൈൻഡ് ഇവനാന്ന് വിചാരിച്ചോണോ അവന്മാർ തട്ടിക്കൊണ്ട് പോകുന്നത്? താങ്ക് യു. പക്ഷേ ഇന്നെന്റെ ബർത്ത്ഡേ അല്ല. എടാ ബ്ലൈൻഡ് തത്തേ, നിന്റെ ആയിരിക്കില്ല, ഇന്ന് എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ എനിക്കിന്നിപ്പോ പാർട്ടി ജോയിൻ ചെയ്യാൻ സമയമില്ല. സംശയമുണ്ടോ? എടാ സഞ്ജു, എനിക്ക് ഇവനെ കണ്ടിട്ട് അവനെ കളർ ബ്ലൈൻഡ് ആണെന്ന് തോന്നുന്നില്ല. എന്റെ വെള്ളിച്ച ചിലപ്പോ തണുപ്പത്ത് ഇവന്റെ കളറൊക്കെ മങ്ങിപ്പോയി കാണും. കളർ ബ്ലൈൻഡോ? എടാ പൊട്ടന്മാരെ, ഞാൻ കളർ ബ്ലൈൻഡ് ഒന്നും അല്ല. എന്താടാ നീ എന്നെ മണ്ടനാക്കുകയാണോ? ഞാൻ ബ്ലൈൻഡ് ഒന്നും അല്ല. നീ നഗരത്തിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ആയിരിക്കും. ഈ പോപ്പട്ടിന്റെ സമ്മതമില്ലാതെ പോപ്പട്ടിന് പോലും പോപ്പട്ടിനെ കൊണ്ടൊരു ജോലി ചെയ്യിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അയ്യോ എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം, പക്ഷെ എന്റെ മോന്റെ ബർത്ത്ഡേക്ക് നീ ഷോ നടത്തിയേ പറ്റൂ. ചക്ക മര്യാദക്ക് നീ വേഗം പാടിക്കോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വെള്ളിച്ച് നിന്നെ ഒരിക്കലും ഇനി പാടാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റിക്കളയും. എടാ ഇറച്ചിക്കോഴി, പുലിയുടെ വാലിൽ ചവിട്ടുന്നതും പോപ്പട്ടിനെ പിടിച്ചു വെക്കുന്നതും ഒരുപോലെയാ. അയ്യോ പക്ഷേ പുലിയുടെ വാല ചവിട്ടാൻ ധൈര്യം കാണിക്കുന്നവനെ പോപ്പട്ടിന് വലിയ ഇഷ്ടമാ. മാത്രമല്ല അയാൾ പറയുന്നതും അനുസരിക്കും. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. എടാ സഞ്ജു, ഇവൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പോപ്പട്ടെന്ന് പറയുന്നത്? വെള്ളിച്ച, ഞാൻ പറഞ്ഞല്ലോ ഇവൻ 100% കളർ ബ്ലൈൻഡ് ആണ്. നീ ഇപ്പൊ പാടുന്നുണ്ടോ ഇല്ലയോ? അയ്യോ കൂട്ടുകാരെ, ഇവിടെ ഒരുപാട് ഗുണ്ടകളുണ്ടല്ലോ. അതിനെന്താ, നീ കൂടെ ഉണ്ടല്ലോ, പിന്നെ എല്ലാം ശരിയാകും. നീ പോപ്പട്ടെ നോക്കിയോ, ഞാൻ ഇവിടെയുള്ള പലഹാരങ്ങളൊക്കെ നോക്കിട്ട് വന്നേക്കാം. അടിപൊളി, നീ കളർ ബ്ലൈൻഡ് തന്നെ. എടാ സോർദാറെ, ഇയാള് വിചാരിച്ചിരിക്കുന്നത് പോപ്പട്ട് കളർ ബ്ലൈൻഡ് എന്നാ. എടാ പൊട്ടന്മാരെ, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ? ഈ ഗാങ്സ്റ്റർ വല്ലച്ചന്റെ കയ്യിൽ നിന്ന് ഒന്ന് രക്ഷിക്കടേ. അങ്ങ് മഹാനാണ്. നിലാവുള്ള രാത്രിയിൽ ഓടുന്ന ക്ലോക്കാണ്. കളർഫുൾ ഉള്ള ലവ് ബേർഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ താങ്കൾ ഒരു വലിയച്ഛനേ അല്ല. എന്തോന്ന്? ഇത് ഞങ്ങളുടെ വെള്ളിച്ചനല്ല, പിന്നെ പാല് തരുന്ന ഞങ്ങളുടെ പശുവാണോ? അല്ലല്ല, ഇദ്ദേഹം വളരെ വലിയൊരു ഗാങ്സ്റ്റർ ആണ്. ഗുണ്ടകളുടെ എല്ലാം മാസ്റ്റർ ആണ്. കളർ ബ്ലൈൻഡിന്റെ ഷോ അല്ലേ, അയാളെ എന്തിനാണ് തടയുന്നത്? ഇന്നെന്തായാലും ഇവന്റെ ഷോ ഇവിടെ തന്നെ നടക്കും. ഇന്ന് എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. നേർവഴിക്ക് പോയിട്ടൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വളഞ്ഞ വഴി തന്നെ പിടിക്കേണ്ടി വരും. സ്വീറ്റി, പിങ്കി, എല്ലാരും ശ്രദ്ധിക്കൂ, ഇതാണ് വല്യച്ഛൻ. വെറും വല്യച്ഛനല്ല, ഗാങ്സ്റ്റർ വല്യച്ഛൻ. ഇയാളാണ് നമ്മുടെ നാടിന്റെ അതിഥിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് നിർത്ത്, അല്ലെങ്കിൽ ഇവിടെ പോലീസുകാർ വരും. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറമാൻ പിങ്കിക്കൊപ്പം. നിങ്ങൾ ഇവിടെ കാണിക്കുന്നു ഒരു ഗാങ്സ്റ്ററിന്റെ അതിക്രമങ്ങൾ. അയ്യോ എന്റെ പൊന്നുമോളെ, ഒന്ന് നിർത്ത്. ഞാൻ ആ കളർ ബ്ലൈൻഡിന്റെ വലിയ ഫാനാണ്. അവന്റെ ബർത്ത്ഡേക്ക് കളർ ബ്ലൈൻഡിനെ കാണണമെന്ന് പറഞ്ഞു. വിളിച്ച ഇവിടേക്ക് പൊക്കിയാലോ? എടാ ഇത് മീഡിയ ആണ്, ഇവരോട് കളിച്ചു കഴിഞ്ഞാൽ കളി അങ്ങ് മാറും, ശ്രദ്ധിക്കണം. അയ്യോ മേഡം, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ അത് നിങ്ങൾ സുന്ദരിയാണ്, സുശീലയാണ്, സുകുമാരിയാണ്. സത്യത്തിൽ നിങ്ങളൊരു റിപ്പോർട്ടറേ അല്ല. അത് പിന്നെ കാര്യം മനസ്സിലായില്ലല്ലേ? വെല്ലിച്ചിന് എന്തിനാ ഇത് ചെയ്തേ? സ്വന്തം മോന് വേണ്ടി. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മ്യൂസിക്കിനെ പറ്റി ഒന്നും അറിയില്ല. അതെ അതെ, ഇദ്ദേഹം മോനെ സന്തോഷിപ്പിക്കാൻ മാത്രം നോക്കി. അതെ അതെ, ആ കുട്ടിക്ക് കളർ ബ്ലൈൻഡിന്റെ പാട്ട് കേൾക്കണമായിരുന്നു. അതെ അതെ, അത് തന്നെ. അതിന് എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. ഇവരെ എല്ലാരും കളർ ബ്ലൈൻഡിന്റെ ഷോയിൽ കൊണ്ടുപോവാം. മോൻ മ്യൂസിക് കേൾക്കും. ഇവരെ ഫ്രണ്ട് റോയിൽ തന്നെ നമുക്ക് ഇരുത്താം. സമ്മാനങ്ങൾ കൊടുക്കാം, പൂമാലകൾ കൊടുക്കാം. അതൊക്കെ ഷൂട്ട് ചെയ്തോണം. അടിപൊളി, അത് ശരിയാണ്. പക്ഷെ അത് ഈ ഡ്രസ്സിൽ പറ്റില്ല. തയ്യാറായിട്ട് വരൂ. എല്ലാരും കളറായി ടിവിയിൽ വരും. ഞങ്ങൾ ഷോ നടക്കുന്ന സ്ഥലത്തെത്താം. നിങ്ങൾ റെഡി ആയിട്ട് അങ്ങോട്ട് വന്നാൽ മതി. വാ പോകാം. എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേയിൽ വെച്ച് തന്നെ ആഘോഷിക്കാം. പോരെ? ഓ താങ്ക് യു. നീ എന്നെ രക്ഷിച്ചു പണി. സ്വീറ്റി, എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്?
പോപ്പട്ടി നീ എന്തിനാ ഈ കാർട്ടൂൺ വേഷത്തിൽ കറങ്ങുന്നത്? കാർട്ടൂണോ? പിന്നെന്താ, ശരിക്കും ഒരു ജോക്കറിനെ പോലെയുണ്ട്. ഇത് ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറമാൻ പിങ്കി കപ്പമാണ് പറഞ്ഞത്. അയ്യോ, ഇന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഹൃദയം ഉടഞ്ഞു പോകുമ്പോ ഒരിക്കലും എന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. എല്ലാരും ഇങ്ങനെ ചിരിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. എന്താ സംശയമുണ്ടോ? പോപ്പട്ടെ. അയ്യോ, അവള് ചിരിച്ചു. എന്നെ ഒരുമാതിരി കോമാളിയാക്കി കളഞ്ഞു. അതിന് നീ എന്തിനിങ്ങനെ കരയുന്നത്? ഈ കളറൊക്കെ മാറ്റേ. അതിനിപ്പോ എങ്ങനെ മാറ്റാനാ? ഈ അടിച്ചിരിക്കുന്നത് പെർമനന്റ് കളറാ. അല്ലടാ പോപ്പട്ടെ, നോർമൽ കളർ അടിച്ചാ മതിയെന്ന് ഞാൻ സാൻഡിയോട് പറഞ്ഞിരുന്നു. എങ്കിലേ ബുദ്ധി വരുമ്പോ നിന്റെ ഈ കളറും ചേഞ്ച് ചെയ്യാൻ പറ്റൂ. ഈ കളറൊക്കെ മാറ്റാൻ. എന്താ സത്യമാണോ പറഞ്ഞേ? അയ്യോ. എടാ വെളിവില്ലാത്ത ഹണി, കളറാ കഴുകിക്കളേണ്ടത്. അല്ലാതെ ഈ ലോകത്തുനിന്ന് എന്നെ കഴുകിക്കളയാനല്ല പറഞ്ഞത്. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറമാൻ പിങ്കിക്കൊപ്പം നിന്നെ കാണാൻ വന്നതാ. ഇതിന്റെ കളർ മാറ്റിയല്ലോ, അതും ക്ലോസപ്പിൽ. ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു, പിന്നെ മനസ്സിലായി നിന്നെ ആ കളറിൽ കാണാൻ വളരെ ക്യൂട്ടായിട്ടുണ്ട്. എന്താ? നിക്ക് നിക്ക്, ഞാൻ പോയി ഒന്നുകൂടെ കളർ മാറ്റിട്ട് വരാം. വേണ്ട വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. ആളുകളുടെ കളറിലല്ല, മനസ്സിന്റെ വലിപ്പത്തിലാ കാര്യം. നിന്റെ മനസ്സ് വളരെ വലുതാണ് പോപ്പട്ടെ. അപ്പൊ ഇവന്റെ മുഖം അത്ര ശരിയല്ലെന്നാണോ? ഏയ് പോപ്പാട്ട്, നീ എങ്ങനെയാണോ കാണാനിരിക്കുന്നത് അങ്ങനെ കാണാനാ ക്യൂട്ടായിട്ടുള്ളത്. ഈ പൂവിന് എന്താ വേണ്ടത്? അതിന്റെ മണം എല്ലായിടവും പരക്കണം. അതിനുവേണ്ടി അത് ചിലപ്പോൾ പെർഫ്യൂം ആകും, ചിലപ്പോൾ അഗർബത്തിയാവും. ഒന്നും ഒരു വിഷയമേ അല്ല. പൂവെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമല്ലേ? എന്റെ പോപ്പട്ടെ, പൂക്കൾ സാധാരണ പെണ്ണുങ്ങളല്ലേ ചൂടാറ്. പിന്നെ നീ എന്തിനാ അതെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നേ? അവൻ കഴുതേ. നീ ഒരു പുഷ്പനാ.